നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തളിപ്പറമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ EP തന്നെ പാലക്കാട് വിശദീകരിക്കും. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് LDF-നെ ബാധിക്കില്ല. വയനാട്ടിൽ LDF നില മെച്ചപ്പെടുത്തും. ചേലക്കരയിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പാലക്കാട് LDF സ്വതന്ത്രൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അവിടെ BJP മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും വയനാട് ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇന്നലെ പോളിംഗ് പൂർത്തിയാവുകയുണ്ടായി. രണ്ട് സ്ഥലത്തും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോളിംഗ് ശതമാനം ചെറിയ രീതിയിൽ കുറവാണ്. ആ കുറവ് ആരെയാണ് ബാധിക്കുന്നത് സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കുറവ് എല്ലാവരെയും ബാധിക്കും, കുറേശ്ശെയായിട്ട് എല്ലാവരെയും ബാധിക്കും. പക്ഷേ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി UR പ്രദീപ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ച കാര്യം അത് തന്നെയാണ്. അതിൽ ഉത്കണ്ഠയോ സംശയമോ ഇല്ല എന്ന കാര്യം ഞാൻ പൂർണ്ണമായിട്ടും പറയുക. വയനാട് സംബന്ധിച്ച് വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. തിരിച്ചൊന്നും ആവാനില്ല. അത് UDF പറയുന്നതാണ്. അത് അതിന് പകരം ഞാൻ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കര ജയിക്കുന്നു. പാലക്കാടായില്ലല്ലോ. പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രം ജയിക്കും. BJP മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിൽ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.